കൈവിട്ട കളിയോ എന്നാണ് ചോദ്യം. പി എസ് സുനിൽ പ്രതിപക്ഷ നേതാവ് പുതിയുഗ യാത്രയുടെ ഇടവേളയിൽ പറഞ്ഞത്, ഒരു മാധ്യമങ്ങളോട് പറഞ്ഞത്, ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കും, പുതിയുഗ യാത്ര തീരുമാനിക്കുന്നതോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാവും, 24 മണിക്കൂറിനുള്ളിൽ ലിസ്റ്റ് വരും. 24, 48, 72, ഇപ്പോൾ 75ാമത്തെ മണിക്കൂറാവുന്നു. രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും വന്നിട്ടില്ല. തട്ടി നിൽക്കുന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ മാത്രമല്ല, സൂക്ഷിച്ചു നോക്കിയാൽ പലയിടങ്ങളിലും തർക്കം ബാക്കി നിൽക്കുന്നു. എറണാകുളത്ത് വലിയ തർക്കമാണ് നിൽക്കുന്നത്, അതും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ദീപ്തി മേരി, അതേപോലെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഒക്കെ തർക്കം നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് ഏകദേശം തർക്കം പരിഹരിച്ചു, പക്ഷേ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പത്തനംതിട്ട മുതൽ തിരുവനന്തപുരം മുതൽ അങ്ങ് തൃക്കരിപ്പൂര് സന്ദീപ് വാര്യരെ ഇറക്കുന്നത് വരെയുണ്ട്. കൈവിട്ട കളിയാണോ കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്? വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് 95 സീറ്റിലാണ്. അതിൽ 55 സീറ്റിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇനി 40 സീറ്റിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. ഒരുപക്ഷെ ഇന്ന് കണ്ണൂരിൻ്റെയും അതുപോലെ തന്നെ റാന്നിയുടെയും ഒഴിച്ച് ബാക്കി ഉള്ള കോന്നിയുടെയും ഒഴിച്ച് ബാക്കി 38 സ്ഥാനാർത്ഥികളെ ഇന്ന് ഒരുപക്ഷെ കോൺഗ്രസ് പ്രഖ്യാപിച്ചേക്കും, അതിൻ്റെ ലിസ്റ്റ് വന്നേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ലിസ്റ്റ് വന്നാൽ വരാനിരിക്കുന്ന പൊട്ടിത്തെറി ചെറുതല്ല. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും പ്രശ്നമാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ അവിടുത്തെ DCC തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിലാണെങ്കിൽ പൊട്ടിക്കരച്ചിലാണ്. അപ്പോൾ ഈ നിലയിൽ കോൺഗ്രസിൽ വലിയ സംഘർഷം ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം ഉണ്ടാകാനിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ തന്നെ വരുന്ന കാഴ്ച. അപ്പോൾ എങ്ങനെയാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ പത്രിക നൽകാനുള്ള നീക്കത്തിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് പോവുക എന്നത് വലിയ ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസിന് നേരത്തെ അറിയാമായിരുന്നു. ഈ ചർച്ചകൾ നേരത്തെ തുടങ്ങാമായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെ പരിഹരിക്കാമായിരുന്നു. പക്ഷേ ഇതേക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ കോൺഗ്രസ് പറയും, കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണ്, എല്ലാ കാലത്തും ഇങ്ങനെയാണ്, എല്ലാ കാലത്തും വലിയ ചർച്ച നടക്കും, ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങളെ ഒന്ന് അനുവദിക്കൂ എന്നൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര കാലമായി ഇത് നടക്കുന്നത് ഒരു വീതം വെപ്പാണ്. നേതാക്കൾ തമ്മിലുള്ള വീതം വെപ്പാണ് ഡൽഹിയിൽ നടക്കുന്നത്. കുറേ കാലമായി തുടങ്ങിയിട്ട്. കാരണം ലീഡറിൻ്റെ കാലത്താണെങ്കിൽ ലീഡറും AK ആൻ്റണിയും തമ്മിലുള്ള വീതം വെപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള വീതം വെപ്പായിരുന്നു. അന്ന് വയലാർ രവിയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആളുകൾ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് വലിയ തർക്കമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നേതാക്കളുടെ എണ്ണം കൂടിയിരിക്കുന്നു, വീതം വെപ്പ് വലിയ രീതിയിൽ നടക്കുന്നു. അത് വെട്ടാനായി KC വേണുഗോപാലിനെ പോലെ ഒരാൾ. അപ്പോൾ ഇവിടെ നിന്ന് തയ്യാറാക്കി കുറേ പേരുകളുമായിട്ട് പോകും, അവിടെ ഇരുന്ന് വെട്ടും. അവരവരുടെ ആളുകളെ തിരികെ കയറ്റാനുള്ള നീക്കമാണ്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ AICC നടത്തിയിട്ടുള്ള സർവേയുടെ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. AICC നടത്തിയ സർവേയുടെ വിവരത്തിൽ പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എളുപ്പമല്ല എന്നാണ് കോൺഗ്രസിന്. അത് സുനിൽ കനകോലു നൽകിയ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ AICC വിലയിരുത്തുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മേൽക്കൈ ഇപ്പോൾ കേരളത്തിൽ UDFനും കോൺഗ്രസിനും ഇല്ല എന്നാണ്. അപ്പോൾ അത്രയ്ക്ക് നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്നു എന്ന് AICC തന്നെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് ഈ രീതിയിൽ സ്ഥാനാർത്ഥി പട്ടിക വിവാദമാക്കുന്നത്, വലിയ പ്രതിസന്ധിയാക്കുന്നത്. കോൺഗ്രസിനകത്ത് നമുക്കറിയാമല്ലോ, VD സതീശൻ പുതിയുഗ യാത്ര നടത്തിയ സമയത്ത് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ, ഒരു കോൺഗ്രസ് പ്രവർത്തക ചോദിക്കുകയാണ്, നിങ്ങളിൽ ഐക്യമില്ലല്ലോ, നിങ്ങൾക്കിടയിൽ തർക്കമാണല്ലോ, അപ്പോൾ VD സതീശൻ 100 സീറ്റ് നേടും എന്ന് പറഞ്ഞപ്പോഴാണ് ആ ചോദ്യം ഉയരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഡൽഹിയിൽ നിന്ന് വരുന്ന കാഴ്ച എന്താണ്? നേതാക്കൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള എന്തെങ്കിലും സന്ദേശം കോൺഗ്രസിന് നൽകാൻ കഴിയുന്നുണ്ടോ? ഇത് കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവമായി മാറുന്നതാണ്. കാലം ഇത്രയൊക്കെ മാറിയിട്ടും കോൺഗ്രസ് ഈ ഓരോ ദിവസവും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ മാത്രമല്ലെന്ന് ദേശീയ തലത്തിലും ഇതാണ് കാഴ്ച. അസമിൽ അവസ്ഥ എന്താണ്? അസമും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. കേരളത്തിൻ്റെ അതേ ദിവസമാണ് അസമിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അസമിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ വളരെ പ്രധാനപ്പെട്ട 2 കോൺഗ്രസ് നേതാക്കൾ രാജിവെച്ചു. ഒരാൾ അവിടുത്തെ PCC പ്രസിഡന്റായിരുന്നു. 30-35 വർഷം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ശക്തനായൊരു കോൺഗ്രസ് നേതാവാണ് 2 ദിവസം മുൻപ് രാജിവെച്ചത്, ഭൂപൻ സിംഗ് ബോറ എന്ന് പറയുന്നത്. ഇന്നലെ രാജിവെച്ചത് കോൺഗ്രസിൻ്റെ ഒരു MP ആണ്. കോൺഗ്രസിൻ്റെ MP പ്രബ്യൂട്ട് ബോർഡലോയ്. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി തല്ലുകൊണ്ട് നടന്ന ഒരു MP ആണ്. അദ്ദേഹം രാജിവെച്ച് BJP ചേർന്നു. ഇവർ 2 പേരും രാജിവെച്ച് BJP ചേർന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിൻ്റെ ഒരു പാർലമെൻറ്റ് അംഗം, ലോക്സഭാ അംഗം രാജിവെച്ച് BJP ചേർന്നു. സീറ്റിൻ്റെ പേരിലുള്ള തർക്കം, സീറ്റ് വിഭജനത്തിലെ പ്രശ്നം, അവിടെ ഗൗരവ് ഗൊഗോയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ. ഈ രീതിയിൽ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എവിടെയാണ്? രാഹുൽ ഗാന്ധി എവിടെയാണ്? മല്ലികാർജുൻ ഖാർഗെ എവിടെയാണ്? എന്താണ് അസമിൽ സംഭവിക്കുന്നത്? 2 ടേമായി അസമിൽ കോൺഗ്രസിന് അധികാരമില്ല. അപ്പോൾ 10 വർഷം അസമിലും കോൺഗ്രസ് പ്രതിപക്ഷത്താണ്.
ആ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചയാണിത്. ഇനി ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലോ ബീഹാറിൽ, ഒഡീഷയിൽ, ഹരിയാനയിൽ, ബീഹാറിൽ 3 കോൺഗ്രസ് MLA-മാരാണ് കൂറുമാറി ക്രോസ് വോട്ട് ചെയ്തത്. അതുപോലെ ഒഡീഷയിൽ 3 കോൺഗ്രസ് MLA-മാർ കൂറുമാറി അവിടെ വോട്ട് ചെയ്തു. അവിടെ 2 സ്ഥലത്തും ഓരോ കോൺഗ്രസിൻ്റെ MP-മാരുണ്ടാകേണ്ടതായിരുന്നു രാജ്യസഭയിലേക്ക്, അതുണ്ടായില്ല. ഹരിയാനയിൽ 9 MLA-മാരാണ് കൂറുമാറിയത്. 9 MLA-മാർ കഷ്ടിച്ചാണ് 0.5% പോയിന്റിലാണ് അവിടെ ഒരു രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് കിട്ടിയത്. 9 MLA-മാർ കൂറുമാറി. ഈ രീതിയിലാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അപ്പോൾ ലീഡർഷിപ്പിനോട് വിശ്വാസമില്ലാത്ത പാർട്ടി പ്രവർത്തകർ, ലീഡർഷിപ്പിനോട് വിശ്വാസമില്ലാത്ത സംസ്ഥാന നേതാക്കൾ, MLA-മാർ, ജനപ്രതിനിധികൾ ഈ രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിൽ ഒരു ക്രൂഷ്യൽ ഇലക്ഷൻ കോൺഗ്രസിനെ സംബന്ധിച്ച് നടക്കുമ്പോൾ ഇങ്ങനെ സ്ഥാനാർത്ഥി പട്ടിക വിവാദമാക്കുന്നത്. സുധാകരൻ എത്രയോ കാലം മുമ്പ് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നതാണ്. മത്സരിക്കുമെന്ന് സുധാകരൻ പറയുന്നുണ്ട്. മത്സരിക്കാനായി സുധാകരൻ ഒരുപാട് നേതാക്കളെ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് സുധാകരന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സുധാകരന് സീറ്റ് നൽകിയില്ലെങ്കിൽ അത് വിവാദമാകും, സുധാകരൻ ഇതുപോലെ വലിയ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ കോൺഗ്രസിന് അറിയാത്ത സംഗതിയൊന്നുമല്ല. കോൺഗ്രസിന് ഇതൊക്കെ കൃത്യമായി അറിയാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു പത്രിക നൽകാനുള്ള ദിവസത്തിന് 2 ദിവസം കൊണ്ടുവന്ന് ഇതുപോലെ വിവാദ വിഷയമാക്കുന്നത്? ഇപ്പോൾ സുധാകരന് സീറ്റ് നൽകിയില്ലെങ്കിൽ കണ്ണൂരിൽ വലിയ സംഘർഷമുണ്ടാകും. കണ്ണൂരിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, കണ്ണൂരിൽ പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു സീറ്റ് പോയാൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോയാൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് വലിയ പ്രശ്നമാണ്. കോൺഗ്രസിന് അത്ര വലിയ മേൽക്കൈയൊന്നുമില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു എഡ്ജ് കിട്ടിയെന്ന് പറയുന്ന ഈ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് പാറ്റേൺ വെച്ച് നോക്കിയാൽ പോലും 50, 58, 60 സീറ്റിൽ വരെ ലെഫ്റ്റിന് സുഖമായി വിജയിക്കാവുന്ന സാഹചര്യമുണ്ട്. അവിടെ ക്ലോസ് ഫൈറ്റ് നടക്കുന്നത്, വലിയ മത്സരം നടക്കുന്നത് 10, 20 സീറ്റിലാണ്. വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. നമ്മൾ മലബാറിലെ ഓരോ മണ്ഡലങ്ങളുടെ അടുത്ത് നോക്കിയാൽ പോലും ഇപ്പോഴും കോൺഗ്രസിനൊന്നും അത്ര അനുകൂലമായ സാഹചര്യമില്ല, UDF-നും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ സുധാകരൻ പറയുന്ന ഭീഷണി തള്ളിക്കളഞ്ഞ് ഒരു സീറ്റ് പോയെങ്കിൽ പോട്ടെ, കണ്ണൂർ പോയെങ്കിൽ പോട്ടെ എന്ന് തീരുമാനിക്കാനൊന്നും കോൺഗ്രസിന് ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സീറ്റ് പോലും കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു സുധാകരൻ്റെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഒടുവിൽ ഹൈക്കമാൻഡ് തയ്യാറാകുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും അന്തിമ തീരുമാനമായിട്ടില്ല. സുധാകരൻ ഇതുവരെ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെ ചില ആളുകളൊക്കെ തന്നെ സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നേരിട്ട് ഒരു ഉറപ്പും സുധാകരന് കിട്ടിയിട്ടില്ല. പക്ഷേ സുധാകരൻ മത്സരിക്കാൻ തയ്യാറെടുത്ത് തന്നെയാണ്. പാർലമെൻറ്റിൽ നിന്നും കേരള ഹൗസിൽ നിന്നുമൊക്കെ തന്നെ ഈ ബാധ്യത അടച്ചുകൊണ്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അദ്ദേഹം വാങ്ങുന്നുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അതിനിപ്പോൾ കോൺഗ്രസ് ടിക്കറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്വതന്ത്രനായിക്കോട്ടെ. ഏതായാലും വലിയ സമ്മർദ്ദം സുധാകരൻ ചെലുത്തിയതിന് പിന്നാലെ ചർച്ച ചെയ്യാം, നമുക്ക് ആലോചിക്കാം, കുറച്ചുകൂടി കാത്തിരിക്കണം എന്നൊക്കെയാണ് സുധാകരനോട് ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോഴും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി ഇതുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി ഇടപെട്ടാൽ തീരുന്ന എത്ര പ്രശ്നങ്ങളുണ്ടായിരുന്നറിയോ കോൺഗ്രസ്സിൽ? രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെട്ടിരുന്നുവെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്കറിയില്ല, പഞ്ചാബിലെ പ്രശ്നം, അതുപോലെ ഒരുപാട് സ്റ്റേറ്റുകളിൽ എത്ര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. പക്ഷേ ഇവിടെയൊന്നും ലീഡർഷിപ്പ്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ ലീഡർഷിപ്പ് ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, അത് ആ സ്റ്റേറ്റിലൊക്കെ തന്നെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കളെയും അവിടുത്തെ ജനപ്രതിനിധികളെയും വിശ്വാസത്തിലെടുക്കാൻ ഒരു നീക്കമില്ലെന്ന്. അതുകൊണ്ടാണ് ഇതുപോലെ കോൺഗ്രസ്സുകാർ കൂറുമാറി BJP-യിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? കോൺഗ്രസ്സിലെ എത്ര നേതാക്കൾ BJP-യിൽ പിന്നെ പോകുമെന്ന് നമ്മൾ എണ്ണി ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഉത്തരേന്ത്യയിൽ കഥകൾ പറയുന്ന പോലെ നമ്മൾ എണ്ണി പറയേണ്ടി വരും കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഈ രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കോൺഗ്രസിനെ പരിഹസിച്ച് പറയാറുള്ളത് പോലെ ഈ വീതം വെപ്പ്, ഗ്രൂപ്പ് കളി എന്ന് പറയാവുന്ന പോലുള്ള വീതം വെപ്പും വെട്ടിനിരത്തലുമാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നേതാക്കൾ നാണിക്കണം. ഈ കാലത്തും, ഈ പുതിയ കാലത്തും, ഈ ജൻസി കാലം എന്നൊക്കെ നമ്മൾ പറയുന്ന കാലത്താണ് ഇതുപോലെയുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു പ്രവണത കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും വലിയ നാണക്കേടായി കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഒഴിവാക്കാമായിരുന്നു കോൺഗ്രസിനിത്. Meet the editors.